എനിക്ക് അന്നേ അറിയാം ആ സിസ്റ്ററിന് ഇങ്ങനെയുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതുപോലെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. ഒരു കുട്ടി അത് സ്ട്രീറ്റിൽ വിളിച്ച് പറയണമെങ്കിൽ അവരെത്രമാത്രം പെയിൻ അനുഭവിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അങ്ങനെ മനസ്സിലാകുന്ന ഒരു ചോരയുണ്ട് കുത്തി നോക്കിയാൽ. എനിക്ക് ഫുഡൊക്കെ തരാത്തപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവര് എന്താണ് സിസ്റ്ററിന് ഫുഡ് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് സിസ്റ്റർ ചത്തുപോയെങ്കിൽ ഞങ്ങൾ വന്നതാന്ന് പറയും. അത് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് മുമ്പ് ഇവരൊന്നും മിണ്ടാതെ ഇറങ്ങി പോവുക ചെയ്യുന്നത്. ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു വീട്ടിൽ ഒരു ക്രൂവൽറ്റി ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആരുടെയും പെർമിഷൻ മേടിച്ചിട്ടാണ് അകത്ത് കയറുന്നത്? ഇവർ വന്ന സ്തുതിയല്ലോ, ദൈവത്തിൻ്റെ ഭവനമാണ്, ഇവിടെ ഉള്ളവരെല്ലാം ദൈവങ്ങളാണെന്ന് പറഞ്ഞ് ആ ഒരു ധാരണയാണ് 21ാം നൂറ്റാണ്ടിലും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ പറയുന്നത്. അയാളെ വിളിച്ചിട്ട് 13 പ്രാവശ്യം ചെയ്തതിന് അയാളെ പിടിച്ചിട്ട് പൊരിക്കണം സമൂഹം. അല്ലാണ്ട് ഇവിടുത്തെ എണ്ണ എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യേണ്ട, അവിടുത്തെ എണ്ണ എണ്ണണം, അന്നേരം മര്യാദ പഠിക്കുകയുള്ളൂ. അതിന് പകരം അയാളുടെ പേരിൽ ഒരു കമന്റും കാണാറില്ല. 11 പ്രാവശ്യം താൻ ചെയ്തോടെ കോടതി പറഞ്ഞു ഞങ്ങൾ ഉഭയസമ്മതം ആകിയല്ലെന്ന് കണ്ടാ അറിയാം, അയാളുടെ മുഖം കണ്ടാ അറിയാം. ഇവിടെ ധ്യാന കേന്ദ്രം നടത്തിക്കൊണ്ട് പോകുന്നത് ഇയാളാ, ഫ്രാങ്കോയ. ഒരു ധ്യാനം നടത്തുക എന്ന് പറഞ്ഞാൽ സഭയിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന ഒരു പരിപാടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. സോ ഇത്രയും അഭിമാനവുമാണ് അവർക്ക് കിട്ടുന്നത്. പിണറായി വിജയന്റെ സർക്കാരാണ് കൊണ്ട് റേഷൻ കാർഡ് കൊടുത്ത് കഞ്ഞി കൊടുക്കാനുള്ള. ഇതൊക്കെ കാണുമ്പോഴെങ്കിലും ഒരു ഷെയിം തോന്നണ്ടേ? പബ്ലിക്കായിട്ട് വന്ന് സോറി പറഞ്ഞിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ഇനി ഞങ്ങൾ വീണ്ടും എടുത്തോളാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണ്ടേ? അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗ്ഗമില്ല. അവസാനമാണ് ഒരു ട്രാൻസ്ഫർ ചോദിക്കുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് അയാളെ കൊടുക്കണ്ടേ ട്രാൻസ്ഫർ? അയാൾ കൊടുക്കുവോ? അപ്പൊ ഇനി ഏതായാലും അത് പുറത്തു വരുമെന്ന് തോന്നിയ സമയത്താണ് ഇവരെ വീണ്ടും മറ്റു പല പ്രതിസന്ധികളിലാക്കി. കാരണം ഒരു സിസ്റ്റർ ഒരിക്കലും, സാധാരണ പുറത്തുള്ള ഒരു സ്ത്രീക്ക് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് തുറന്ന ഒരു സമൂഹത്തുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ അടഞ്ഞു കിടക്കുവാണ്. സ്വന്തം മാതാപിതാക്കന്മാരോട് പോലും ദുരിതങ്ങൾ പറയുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം അവർ വിഷമിക്കും, അതുകൊണ്ട് പറയല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരിതത്തിനകത്തുനിന്ന് ഇത് പറയാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നവർ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഏറ്റവും വലിയ പീഡനമാണ് അവർ മറിഞ്ഞിരിക്കുന്നത്. ഓർത്തു നോക്കി, ഒരാള് എക്സിസ്റ്റൻസ് ഇല്ല. സിസ്റ്റർ റാണിറ്റിന്റെ എക്സിസ്റ്റൻസ് 2018 മുതൽ ഇല്ല, മരിച്ചു. അവർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ വന്ന എന്നെ നിയമപരമായിട്ട് അവർ പുറത്താക്കാൻ നോക്കുമ്പോൾ അതിനിരയായ കുട്ടി അതൊന്നും പറഞ്ഞായിരുന്നതിന്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ എന്തായിരിക്കുമെന്ന്. ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഏതെങ്കിലും കയറയിൽ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും കിണറ്റി കണ്ടേനെ, അല്ലെ ഏതെങ്കിലും കുളത്തിൽ. അതാണല്ലോ നമ്മുടെ കേരളത്തിന്റെ ഒരു മച്യൂരിറ്റി എന്ന് പറയുന്നത്. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. സിസ്റ്റർ ലൂസിയിൽ നിന്ന് അഡ്വക്കേറ്റ് ലൂസിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നു കേസിന് മേലെ കേസ് എന്ന് പറഞ്ഞ് എന്നും കോടതി കയറി ഇറങ്ങിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം എടുത്ത തീരുമാനമാണോ ഇനി നിയമം പഠിക്കാം, എന്റെ കേസ് ഞാൻ തന്നെ വാദിക്കാം എന്നുള്ളത്? സഭയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട ആ സമയത്തെ അവിടെ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയുണ്ട്. അതേയൊപ്പം കേസുകൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിനെയൊക്കെ പോസിറ്റീവായിട്ട് അഭിമുഖീകരിച്ചുവെങ്കിലും ഫസ്റ്റ് ആ സമൻസ് ഒക്കെ വരുന്ന സമയത്ത് ഓരോന്നും വരുമ്പോഴും നല്ലൊരു പെയിൻ ഉണ്ട്. ആ പെയിനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റിയിട്ടുമുണ്ട്. പക്ഷെ എന്നാലും ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ഒരു 8-10ഓളം കേസുകളിൽ സമൻസ് ഒക്കെ വരിക എന്ന് പറയുമ്പോൾ അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഓവർകം അങ്ങനെ ചെയ്യുന്നുണ്ട്, കേസുകളുടെ വഴിയെ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒരു പ്രചോദനം തന്നെയാണ് ആയത്. കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ കരഞ്ഞ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മള് പിന്നെ വേറൊരു ലേബലില് നമ്മൾ കരഞ്ഞു കഴിയുമ്പോ നമ്മൾക്ക് സങ്കടപ്പെട്ട് കഴിയുമ്പോ നമ്മള് ഔട്ട് ഓഫ് ഓർഡർ ആയി പോകുമല്ലോ. അപ്പൊ ആ ഒരു ലേബലിലും കൂടെ തള്ളിവിട്ടേനെ. അപ്പൊ അതിനിട വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ കിട്ടിയ ഒരു ചിലരുടെയൊക്കെ സംസാരത്തിലൂടെയും പോസിറ്റിവിറ്റിയിലൂടെയും ഒക്കെ നമുക്ക് ഈ പ്രകൃതിയും ഇവരും ഒക്കെ കൂടെ കൂടി തന്ന ഒരു മാനസിക ഒരു അവയർനെസ് ആണ്. ഇങ്ങനെ ഒരു കോഴ്സിൽ പങ്കെടുക്കാം,
കോഴ്സിൽ ഒരു ഡിഗ്രിക്ക് ചേരാം എന്നുള്ളത്. എന്തായാലും അപ്പോഴത്തേക്ക് ഞാൻ റിട്ടയർഡ് ആയി. 18 ആണ് തുടങ്ങുന്നത്, 21 ഞാൻ റിട്ടയർഡ് ആയി. അതിനിടയിലൊക്കെ ധാരാളം കേസുകളും ധാരാളം പ്രതിസന്ധികളും അഭിമുഖീകരിച്ചു. അപ്പോൾ അത് തോന്നി ഏറ്റവും നല്ലത് ഇതായിരിക്കും എന്ന് തോന്നി. MSW ഞാൻ മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് എടുത്തിട്ടുണ്ട്, അത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ സമയത്ത്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ കേസുകളൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട്, നീതി നിഷേധിക്കപ്പെടുന്നവർ നമ്മുടെ ചുറ്റിലൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പ്രചോദനം കിട്ടി. സിസ്റ്റർക്ക് തന്നെ അനുഭവം ഉണ്ടായിരുന്നല്ലോ, കേസ് വാദിക്കാൻ വക്കീലിനെ കിട്ടാതെ വരിക എന്നുള്ളൊരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയതാണല്ലോ. അപ്പം ഈ സ്വയം വാദിക്കാനായി കോടതി പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹൈക്കോർട്ടിൽ റിട്ട് പിറ്റീഷൻ ഫയൽ ചെയ്തതായിരുന്നു. അതിന് ഒരു അഡ്വക്കേറ്റ് സ്വയമേവ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ച് അങ്ങനെ മേടിച്ചെടുത്തതാണ് ആ ഒരു വാദം. പക്ഷെ പിന്നെ കോവിഡിന്റെ കാലഘട്ടമായിരുന്നു. അപ്പൊ പിന്നെ ഓൺലൈനൊക്കെയാണ് എല്ലാ കാര്യങ്ങളും, വെർച്വൽ മീറ്റിംഗ് ഒക്കെയാണ്, വെർച്വലാണ് കോടതിക്കും കൊടുക്കുന്നത്. പിന്നെ ഒരു 1 ഇയർ അതിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോയി. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആയിട്ട് പോയി. റിട്ട് പിറ്റീഷന് നമുക്ക് കിട്ടിയ ആ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് പോലീസ് എക്സ്റ്റെൻഡഡ് ആയി പോയി, ഹിയറിംഗ് ആകുന്നില്ല. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കേസ് വിളിക്കുകയാണ്, സമ്മർദ്ദങ്ങളുണ്ടായി, കേസ് എടുക്കുകയാണ്, നമ്മളെ പുറത്താക്കണം എന്നുള്ള ആവശ്യപ്പെടലാണ് ഓപ്പോസിറ്റ് പാർട്ടി അവിടെ ശക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വക്കീലിന് ഹാജരാകാനും പറ്റുന്നില്ല, ഓൺലൈൻ സംവിധാനത്തിലൂടെ പറ്റുന്നില്ല. മീൻസ് എന്താണ് അതിന്റെ പിന്നിലെ കാരണം എന്ന് അറിയത്തില്ല. അവിടെ ഭയങ്കര ഫോൾട്ട് വന്നു, നമ്മളെ പ്രതിനിധീകരിക്കാൻ അവിടെ ആൾക്ക് പറ്റാതെ വന്നു. ആ സമയം നമ്മൾ അതിൽ സീനിയർ ആയിട്ടുള്ള ഒരു വക്കീലിനെ നമ്മൾ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് അവിടെ എത്തണമല്ലോ, എറണാകുളത്ത്, അങ്ങനെ കണ്ട് ഈ കേസ് എടുക്കാവോ എന്ന് ചോദിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് അത് കോടതി വിളിച്ച സമയത്ത് ഹാജരായില്ല. അപ്പൊ എനിക്ക് ലാസ്റ്റ് ചാൻസാണ്, എല്ലാ ചാൻസും കഴിഞ്ഞ് ഇനി ഒറ്റ ഒരു അവസരം കൂടിയാണ് തന്നെ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ അങ്ങോട്ട് അന്നേരം വെർച്വലാണ്. പക്ഷെ അന്നേരം അവിടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ളവരുടെ സാന്നിധ്യത്തിലൂടെ നമുക്ക് അവരുടെ ഓഫീസിൽ നിന്ന് കയറാൻ പറ്റുള്ളൂ. അവരെനിക്ക് നല്ലവരായിട്ടുള്ളവര് എനിക്ക് അവസരം തന്നു, അങ്ങനെ അവരുടെ ലിങ്കിൽ കൂടി കയറാനും സംസാരിക്കാനും. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അങ്ങ് പറഞ്ഞു. അപ്പോഴാണ് ആ സമയത്തും കോടതി എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത്, സിസ്റ്റർ പുറത്തു തന്നെ പോണം, അവിടെ പോയി നിന്ന് ഫൈറ്റ് ചെയ്തോ എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ ഭാഗം കേട്ടിട്ടില്ല. ഇതിനു മുമ്പുള്ള അവസരങ്ങളിലൂടെ ഈ ജഡ്ജി അത് കേട്ടിട്ടില്ല. പിന്നെ എനിക്ക് പറയേണ്ടി വന്നു. ഞാനപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് അതിന് മാറ്റം വന്നത്. താഴെ കോടതിക്ക് നിർദ്ദേശം, പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തു, ഇതിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി വേഗം തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. നമുക്ക് അനുകൂലമായിട്ടാണ് അത് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പിന്നെ താഴെ കോടതി വിത്തിൻ 1 മന്ത് അതിന് തീരുമാനം എടുത്ത് നമുക്ക് മണ്ടേറ്ററി നിർബന്ധമായിട്ടും നമുക്ക് ഇഞ്ചക്ഷൻ കിട്ടി. അങ്ങനെയാണ് നമ്മളിപ്പം ആ ഒരു അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോഴും സിസ്റ്റർ തന്നെയാണോ അത് കോടതിയിൽ വാദിക്കുന്നത്? ഒരു നോബൽ തോമസ് പാറയ്ക്കൽ എന്ന് പറഞ്ഞൊരു പുരോഹിതൻ, കുമാരൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു പുരോഹിതൻ എനിക്കെതിരെ ഒരു പബ്ലിക്കായിട്ട് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിന് ഞാനൊരു കേസ് ഫയൽ ചെയ്തിരുന്നു. അത് ക്വാഷ് ചെയ്യാൻ അദ്ദേഹം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ സിസ്റ്റേഴ്സും ഞാൻ കൊടുത്ത ഒരു കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ 2 കേസും 2023-24 വർഷങ്ങളിലാണ് വന്നിരിക്കുന്നത്. അതിൽ 2ലും ഞാൻ ഹാജരായിട്ടുണ്ട്, പേഴ്സൺ ഇൻ പാർട്ടി ആയിട്ട് വാദിച്ചിട്ടുണ്ട് 3-4 പ്രാവശ്യം. പിന്നെ എനിക്ക് അതും പഠനവും എക്സാമും ഇതും എല്ലാം കൂടെ വന്നപ്പോൾ എന്നെ കുറച്ച് സ്ട്രഗിൾ ആക്കിയത്. അപ്പൊ ഞാൻ അത് തൽക്കാലം ഹൈക്കോർട്ടിലെ അത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വക്കീൽ ഇപ്പൊ എന്നോട് ചെയ്യാൻ പറയുകയാണ്, സിസ്റ്ററിന് ചെയ്യാലോ, പാർട്ടി ഇൻ പേഴ്സൺ ആണ്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, നമ്മുടെ തന്നെ കേസ് ആകുമ്പോ തൽക്കാലം ഇപ്പൊ അതൊരു വക്കീലിന്റെ ഇല്ല. അതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഓഫ് ദാറ്റ് കേസ് എന്ന് പറയുന്നത് 2023 ഫയൽ ചെയ്ത് 24 ഫയൽ ചെയ്തതും സ്റ്റേ ഓർഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മീൻസ് വിത്തൗട്ട് ഹിയറിങ്, ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഹിയറിങ് നടക്കുന്നില്ല. അപ്പൊ 3ാമത്തെ കോടതിയിലായിരിക്കുന്നത്. സിസ്റ്റർ പുറത്താക്കിയതിനാണല്ലോ, അതിനെതിരെ സിസ്റ്റർ പോയല്ലോ കേസുമായിട്ട്. അതും ഇപ്പൊ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. മാനന്തവാടി സിവിൽ മുൻസിഫ് കോർട്ടിലാണ്, സിവിൽ കേസാണ് അത്. അതിനോടൊപ്പം തന്നെ അവരും ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്തു, എന്നെ കോൺവെന്റിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ഡയറക്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ 2 കേസ് കൊണ്ട് ലിങ്ക് ആയിട്ടിരിക്കുകയാണ്. അതിന്റെ ഒരിക്കൽ ഹിയറിങ്ങിന് വിളിച്ചിരുന്നു, പക്ഷേ 1 വർഷം മുമ്പ്, മീൻസ് ട്രയലിന് വിളിച്ചിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഉള്ള മണ്ടേറ്ററി ഇഞ്ചക്ഷൻ ഓർഡറിനെതിരെ അവർ അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു.
അപ്പൊ ആ അപ്പീൽ വേറെ സബ് കോർട്ടിൽ ഇരിക്കുക. അതുകൊണ്ട് ഇവിടെ ഹിയറിംഗ് നടത്താൻ പറ്റില്ല എന്ന് അവർ ആവശ്യപ്പെട്ടു. അത് ശരിയാണ്. അതുകൊണ്ട് അത് അപ്പോൾ അത് മാറിപ്പോയി. പക്ഷേ അപ്പീൽ ഡിസ്മിസ് ചെയ്തുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടി. പക്ഷെ അതിനുശേഷം ഇപ്പൊ വേറെ മൂന്നാമത്തെ ജഡ്ജിയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ജഡ്ജി വന്നപ്പോൾ നമ്മളെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മൾ അപ്പിയർ ചെയ്തു. പിന്നെ അതിന്റെ ഒരു സ്റ്റെപ്സും വന്നിട്ടില്ല. ഇങ്ങനെ 2-3 മാസം കൂടുമ്പോൾ നമ്പർ ഇടുന്നുണ്ട്, കേസ് വിളിക്കുന്നുണ്ട്, ഹിയറിംഗിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഈ കോടതിയിൽ ഇങ്ങനെ അങ്ങനെ ഒരു ഇരകളാകുന്നവരെ സംബന്ധിച്ച് നമുക്കത് നീണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അല്ലെ. മാത്രമല്ല ഇപ്പം എനിക്കെതിരെ കൊടുത്ത ഒരു വ്യാജ കേസ് 2021 കൊടുത്താണ്. ഇപ്പൊ 25 ഫൈനൽ ആർഗ്യുമെന്റ് എത്തി. ഫൈനൽ ആർഗ്യുമെന്റ് എത്തിയപ്പോഴാണ് അവിടുത്തെ ജഡ്ജി ഞങ്ങളുടെ ട്രയൽ കഴിഞ്ഞതിന് ശേഷം ജഡ്ജി പറഞ്ഞു മീഡിയേഷന് പോകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന് വിധേയപ്പെട്ടു. നമുക്കറിയാം ഒന്ന് മീഡിയേഷൻ ഫെയിൽഡായി. അപ്പൊ അത്രയും മാസങ്ങൾ മുന്നോട്ട് പോവുക. അതിനുശേഷമാണ് ഫൈനൽ വക്കീലന്മാരുടെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അങ്ങനെ അവര് കുറെ നാളെടുത്ത് ആർഗ്യൂ ചെയ്തു. നാളെടുക്കാന്ന് പറഞ്ഞാൽ പോസ്റ്റിങ് പലതും അവര് വരില്ല, അങ്ങനെയുള്ള അപാകതകൾ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസമായി ഫൈനൽ ആർഗ്യുമെന്റും കഴിഞ്ഞിട്ട്. 3 അല്ല, ഒരു 6-7 പോസ്റ്റിംഗ് ഡേറ്റ് കഴിഞ്ഞു. പക്ഷെ ഓർഡർ തരുന്നില്ല. എവിടെയായിരുന്നു തുടക്കം എന്നുള്ളതാണ്. ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ സിസ്റ്റേഴ്സ് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അതൊരു യഥാർത്ഥത്തിൽ അതൊരു ചരിത്രപരമായ നിമിഷം കൂടിയായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് പ്രതികരിച്ച് തുടങ്ങിയത് മുതലാണോ സിസ്റ്റർക്കും സഭയിൽ നിന്നുള്ള ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതും പുറത്താക്കപ്പെടുക എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്? അതോ അതിനു മുന്നേ തന്നെ സിസ്റ്റർ പല രീതിയിലും പല ബുദ്ധിമുട്ടുകളോടും പ്രതികരിക്കുകയും അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒരു കാരണമായിരുന്നോ? ഫ്രാങ്കോ കേസാൽ ചൂഷണം ചെയ്യപ്പെട്ട സിസ്റ്റേഴ്സ് സമരത്തിന് വന്നപ്പോഴാണല്ലോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് അവരെ പേഴ്സണലി പരിചയമില്ല. പക്ഷെ ഒരു സന്യാസവും സന്യാസ ഭവനങ്ങളും പൗരോഹിത്യവും ഒക്കെ എങ്ങനെയാണ് കൂട്ടുപിണഞ്ഞ് കിടക്കുന്നതെന്നും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നും എനിക്ക് നല്ല എനിക്കറിയാവുന്നതാണല്ലോ. അപ്പൊ സിസ്റ്റേഴ്സ് പറയുന്ന കാര്യമുണ്ട്. ഞാൻ ത്രൂ മീഡിയാസ് ആണ് അവരെ കണ്ടിട്ടുള്ളൂ ആ സമയത്ത്. പക്ഷെ ഇവരുടെ ഇഷ്യൂ സ്ട്രീറ്റിലേക്ക് വന്നപ്പം സമരങ്ങളായി കഴിഞ്ഞിട്ടും ഞങ്ങളുടെ കോൺവെന്റിലുള്ള ഒരു വീഡിയോ ചാനലുകളിലൂടെ മനസ്സിലാക്കുമ്പോഴും സംസാരിക്കുന്നത് സിസ്റ്ററിനെ കുറ്റപ്പെടുത്തിയാണ്. വിത്ത് പ്രീസ്റ്റ് അവരോട് ഒരുമിച്ചിരുന്നായിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കാൻ വരുന്ന സമയത്ത് അവരെല്ലാവരും ഫ്രാങ്കോയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴെനിക്ക് അതും കൂടെ മീൻസ് നമ്മളിൽ എന്നിലോ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എന്നെ പോലെ ഒരു സിസ്റ്ററാണ് അവര് അല്ലേ. അപ്പൊ അതെന്നെ വല്ലാതെ പെയിൻ എടുപ്പിച്ചു ആ ഒരു സംസാരം. മാത്രമല്ല നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒത്തിരി അറിഞ്ഞു ഈ എല്ലാ ബിഷപ്പുമാരും ആരും ഈ സിസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് അന്നേ അറിയാം ആ സിസ്റ്ററിന് ഇങ്ങനെയുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതുപോലെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. ഒരു കുട്ടി അത് സ്ട്രീറ്റിൽ വിളിച്ച് പറയണമെങ്കിൽ അവരെത്രമാത്രം പെയിൻ അനുഭവിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അങ്ങനെ മനസ്സിലാകുന്ന ഒരു ചോരയുണ്ട് കുത്തി നോക്കിയാല്. അപ്പൊ അല്ല, എനിക്കൊന്ന് സാമാന്യ ബുദ്ധിയുള്ള ഇത്തിരി മനുഷ്യത്വമുള്ള എല്ലാവർക്കും അത് മനസ്സിലാവേണ്ടതാണ്. അപ്പൊ എനിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സ്കൂളാണ്, അവധിയുള്ള ദിവസം നോക്കി വരാൻ പറ്റുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സമരത്തിൽ പങ്കെടുക്കാനേ. അപ്പൊ അങ്ങനെയുള്ള ദിവസം 2-3 ദിവസം അടുപ്പിച്ച് കിട്ടി. ശനി ഞായർ പ്ലസ് വ്യാഴവും വെള്ളി അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് എനിക്കെതിരെ എല്ലാവരും നല്ല സഹകരണത്തോടെ പോയിട്ടുള്ള ഒരിക്കലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു എനിക്കെതിരെ. പക്ഷെ അതൊക്കെ 2003 ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ. അതുപോലെ നമ്മളിങ്ങനെ ജീവിച്ച് കടന്നു പോകുമ്പം നമ്മളോട് അന്യായം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അന്യായം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞല്ലോ. അതൊക്കെ 2003 കഴിഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സാധാരണ പോലെ പക്ഷെ എന്തെങ്കിലും അനീതി കണ്ട ചോദിക്കും, പറയും. അപ്പൊ എന്നെക്കാളും ഇളയവർക്കുണ്ടാവുമ്പോഴാണല്ലോ ഞാൻ പ്രതികരിക്കാറുള്ളൂ. സീനിയേഴ്സും അല്ലെങ്കിൽ സമ്പത്തുള്ളവരും സ്വാധീനമുള്ളവർക്കൊന്നും അങ്ങനെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പൊ എൻ്റെ സ്കൂളിലാണെങ്കിലും
ആരോടെങ്കിലും അങ്ങനെ അനീതി കാണിക്കുന്നുണ്ട് ഏതെങ്കിലും ടീച്ചറിനോട് കണ്ടാ ചോദിച്ചിട്ടുമുണ്ട്. അതിന്റെയൊക്കെ തിക്താനുഭവം കിട്ടിയിട്ടുമുണ്ട് മാനേജ്മെന്റിൽ നിന്നൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി ബലം നമുക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥ, ഈ സിസ്റ്റേഴ്സിന് വേണ്ടി ഇവർക്ക് വേണ്ടി പ്രതികരിക്കാനായിട്ട് എനിക്ക് എൻ്റെ കോൺവെന്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ഫേസ്ബുക്കിലാണ് ആദ്യം കമന്റ്, അതിനപ്പോൾ ആരുടെയും അനുവാദം വേണ്ടല്ലോ, ഞാൻ പ്രതികരിച്ചത് ഫേസ്ബുക്കിലൂടെയാ. പിന്നെ അവധി കിട്ടിയപ്പോഴാണല്ലോ നേരിട്ട് വന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ്, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തുടങ്ങിയാണല്ലോ ആക്ഷൻ, ഭയങ്കരമായിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങിയതാ. പിന്നെ അന്ന് നിർത്തിയ സംസാരം ഇപ്പോഴും സംസാരിക്കാലോ, ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോഴും. അവരാരും ഇപ്പോഴും ഇല്ല, ആരുമില്ല, ആരും സംസാരിക്കും. എന്റെ കോൺവെന്റിലുള്ളവരാരും. പിന്നെ മറ്റു കോൺവെന്റിലുള്ളവരിപ്പോ ഇവിടുന്ന് കണ്ടാലൊക്കെ സംസാരിക്കും, വർത്താനൊക്കെ പറയും എവിടുന്നേലും കണ്ടാല്. പക്ഷെ എന്റെ കോൺവെന്റിലുള്ളവർ സംസാരിക്കില്ലല്ലോ. ഞാൻ എപ്പോഴും സിസ്റ്റർ അവിടെ പോയി താമസിക്കാറുണ്ടല്ലോ, അപ്പം അവര് മിണ്ടേ ചെയ്യില്ല. ഇല്ല, അത് അവർക്ക് കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ ആണോ അല്ലെങ്കിൽ അവര് ഭയന്നിട്ടാണോ? അതെനിക്ക് അതിനെ കുറിച്ച് പറയാൻ എനിക്കറിയത്തില്ല. കാരണം ആരെയും അവര് ഭയക്കുന്നേ, അവര് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഇരിക്കുന്നെങ്കിൽ അവര് മര്യാദയ്ക്ക് ഇടപെടണ്ടേ. അവരുടെ സ്ഥാനം പോവല്ലേ, എനിക്കുണ്ടായ പോലെ ദുരനുഭവം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമല്ലോ. ഭയങ്കര ദേഷ്യ. ഞാനിങ്ങനെ ചിരിച്ചോണ്ട് പുറകെ നടക്കും, വർത്താനം പറയും. അപ്പൊ സത്യത്തിൽ അവിടെ ചെന്ന് താമസിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഒറ്റപ്പെടലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, കുറെ ദിവസം നമുക്ക് പാടാ, കുറച്ച് ദിവസത്തേക്ക് നമുക്ക്. കാരണം നമ്മൾക്ക് എല്ലാം ബ്ലോക്ക്ഡാ, എല്ലാ സ്ഥലങ്ങളും. കോൺവെന്റിന്റെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് മുമ്പേ അവർ അടച്ചു. ശരിക്കും പറഞ്ഞാൽ കൺഫൈൻമെന്റ്, റോങ്ഫുൾ കൺഫൈൻമെന്റില്ല, വീട്ടു തടങ്കലില്ല. അവിടെ ചെന്നാല് ഭക്ഷണമോ അങ്ങനത്തെ ഒന്നും തരത്തില്ലല്ലോ, റൂമുകളെല്ലാം അടിച്ചു. ഈവൻ എന്റെ ഹാബിറ്റ് ഒന്ന് തേക്കണമെങ്കിൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പോകണം, അയൺ ബോക്സിന് വേണ്ടിയിട്ട്. അവര് തരും, ഞാൻ ചെല്ലുമ്പോൾ അവര് തരും എനിക്ക്. പക്ഷെ ഇവിടെ തരികയില്ല, ഇവിടെ ആ റൂം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക, എല്ലാ റൂമും ലോക്കാ. മീൻസ് ചാപ്പലുണ്ടല്ലോ, ഞങ്ങള് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നേ, അതുവരെ അവർക്ക് വേണ്ടി മാത്രമേ തുറക്കുള്ളൂ. അവരൊരു കാലെടുത്ത് വെക്കുന്നു, അകത്ത് കയറുന്നു, പൂട്ടുന്നു, തിരിച്ചിറങ്ങുന്നു, പൂട്ടുന്നു. അവര് എനിക്ക് ഫുഡൊക്കെ തരാത്തപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് ഭക്ഷണം നിഷേധിക്കുമ്പം എനിക്ക് പരാതിപ്പെടാനുള്ള ഒരു സ്ഥലമാണല്ലോ അത്. പക്ഷെ പല അന്വേഷണ ഏജൻസിയുടെ മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈവൻ മുഖ്യമന്ത്രിക്ക് വരെ കൊടുക്കുമ്പോൾ താഴ്ന്നാണല്ലോ അന്വേഷണം വരുന്നത്. അന്വേഷണം വരുമ്പോൾ അവര് ചോദിക്കും, അവരിതെല്ലാം സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അവര് എന്താണ് സിസ്റ്ററിന് ഫുഡ് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് സിസ്റ്റർ ചത്തുപോയെങ്കിൽ ഞങ്ങൾ കൊന്നതാന്ന് പറയും. അത് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് മുമ്പ് ഇവരൊന്നും മിണ്ടാതെ ഇറങ്ങി പോവുക ചെയ്യുന്നേ. അവർക്ക് മറുപടി പറയത്തില്ലേ? അതെ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾക്ക് എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പരാതി കൊടുത്തതാണ്. പക്ഷെ സത്യാഗ്രഹം ഇരുന്ന 3 ആഴ്ച മുറ്റത്ത്, പക്ഷെ ഒന്നും നടന്നില്ല, ആ കാര്യങ്ങളൊന്നും നടന്നില്ല. കാരണം അവര് ആഭ്യന്തരത്തിന് ഉള്ളിൽ കയറി ഇടപെടാൻ അവകാശമില്ല എന്ന് അവര് സ്വയം വിചാരിക്കുകയാണ്. ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു വീട്ടില് ഒരു ക്രൂവൽറ്റി ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആരുടെയും പെർമിഷൻ മേടിച്ചിട്ടാണോ അകത്ത് കയറുന്നത്? നിങ്ങൾ അന്വേഷണം നടത്തുന്നത്? ഇതിനകത്തൊന്നും അവര് ചെയ്യില്ല. ഇവര് വന്ന് സ്തുതിയല്ലോ, ദൈവത്തിന്റെ ഭവനമാണ്, ഇവിടെ ഉള്ളവരെല്ലാം ദൈവങ്ങളാണെന്ന് പറഞ്ഞ് ആ ഒരു ധാരണയാണ് ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ പറയുന്നത്. ശരിക്കും പല പ്രാവശ്യം അവര് വന്നിട്ട് സ്തുതിയല്ലോ വന്നേ സുപ്പീരിയറിന്. അവരെ നമ്മളൊരു പരാതി കൊടുത്തിട്ടായിരിക്കും വരുന്നത്. ചൊല്ലി പോവും. അത്രയേ ഉള്ളൂ. എത്രയോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവരെല്ലാം മറ്റവർക്ക് അനുകൂലമായിട്ട് ഒരു റിപ്പോർട്ടിങ് തന്ന് എല്ലാം എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. നമ്മൾ കൊടുത്ത പരാതികളെല്ലാം ഫോൾസ് എന്ന് പറഞ്ഞ് കുറച്ച് നാൾ കൈവച്ചതിന് ശേഷം, മാസങ്ങളും വർഷങ്ങളും കൈവച്ചതിന് ശേഷം അങ്ങനെയാണ് റിപ്പോർട്ട് കിട്ടുന്നത്. ഇതെല്ലാം കളവാണ്, ഇല്ലാത്തതാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞ്. സിസ്റ്റർ അപ്പൊ എങ്ങനെയാ അവിടെ സർവൈവ് ചെയ്യുന്നത്? ഞാൻ അതും കൊണ്ടും കൂടിയാണ് ഞാൻ പഠനത്തിലേക്ക് തിരിഞ്ഞത്. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം, അവിടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പഠനത്തിൽ ഏർപ്പെട്ടാൽ നമ്മൾ കുറച്ച് അതിൽ എൻഗേജ്ഡ് ആകുമല്ലോ. അപ്പൊ ഞാൻ ചെല്ലുമ്പോ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വരാന്തയിൽ ഒരു റൂമിൽ നിന്നൊരു എക്സ്റ്റൻഷൻ എടുത്തിട്ട് വരാന്തയിൽ ഒരു ചെറിയ ബെഞ്ച് വെച്ചിട്ട് അതിൽ ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും. അത് കഴുകണമെങ്കിൽ എനിക്ക് ഒന്നുകിൽ എൻ്റെ ബാത്റൂമിൽ കയറി കഴുകണം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും കറങ്ങിപ്പോയി. പിള്ളേര് പണ്ട് വാഷ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമുണ്ട്, അത്
ശുദ്ധമല്ല. അവിടെ ഇങ്ങനെ പാത്രം കൈ പിടിച്ച് വെക്കാൻ കൊള്ളത്തില്ല, കഴുകണം. കൈ പിടിച്ച് ഓരോ പാത്രം ഒരുമിച്ച് കൊണ്ടുപോകത്തില്ല, ഓരോന്നേ കൊണ്ടുപോകത്തില്ല, വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. അവരത് കാണുന്നുണ്ട്, അവർക്കറിയാൻ വരാന്തയാണ്. എനിക്ക് ഇപ്പം ഞാൻ LLB കഴിഞ്ഞിട്ട് ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോഴും ഞാൻ മെയിലിലൂടെ അറിയിച്ചതില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഠനം കഴിഞ്ഞ് വരുവാണ്, അപ്പം എനിക്ക് എൻ്റെ കിച്ചൺ സൗകര്യം ഒന്ന് സെറ്റ് ചെയ്യാൻ എൻ്റെ ഓപ്പോസിറ്റുള്ള റൂം എനിക്ക് വിട്ടു തരണം. എന്നാൽ എനിക്ക് ഞാൻ തന്നെ അവിടെ എന്തെങ്കിലും ചെയ്തോളാം, അല്ലെങ്കിൽ കോമൺ ഫുഡ് തരണം. കോമൺ ഫുഡ് തരുന്നില്ല, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ ഇനി തരുന്നില്ല എന്ന് വാശിയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, എനിക്ക് അത്യാവശ്യം ഡീൽ ചെയ്യാനോ. പക്ഷെ അതിനൊന്നും റിപ്ലൈ ഇല്ല. അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ മാർച്ച് മാസം വരെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇവിടെ കോടതി പോകാമെന്ന് വിചാരിച്ചത്. അവിടെ നമുക്ക് കണ്ടിന്യൂസ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അവിടെ അവരെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് സിസ്റ്റർ അവിടേക്ക് വരരുത് എന്നാണോ? ഇനി ചെല്ലുന്നതിന് അവര് തടസ്സം ചെയ്യുന്നില്ല? അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ്. അതെ, കോടതി വിധി വിത്ത് റൈറ്റ് ആണ്. പക്ഷെ വിത്ത് റൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതിക്ക് വന്ന് നോക്കാൻ പറ്റില്ല. ഇനി കോടതി കമ്മീഷനെ വെച്ച് നമ്മൾ അങ്ങനെ ഓർത്തായിരുന്നു ഒരു കമ്മീഷനെ വെപ്പിക്കാന്. പക്ഷെ അങ്ങനെ വെച്ചാൽ പോലും കോടതിയോട് ഇവർ കൊടുക്കുന്നു എന്ന് പറയുകയും അത് കഴിയുമ്പോൾ തരാതിരിക്കുകയും ചെയ്താല് പിന്നെ അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തുന്നത് നമ്മുടെ പോലീസുകാരൊക്കെ ആയിരിക്കുമല്ലോ. ഫുഡ് തരില്ല. ഞാൻ ചില ദിവസം തലവേദന എടുത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസം ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കയറാവുന്ന ഒരു സ്ഥലം വരെയുണ്ട് വരാന്തയുടെ. അവിടെ ചെന്നിട്ട് മുട്ടയിട്ട് ഞാൻ ഇച്ചിരി കഞ്ഞിതായേ വയ്യ കേട്ടോ എന്നൊക്കെ കുറെ പ്രാവശ്യം പറയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിക്കുന്നവരാണ് അല്ലേ? അവർക്ക് ഞാൻ ഇറങ്ങിപ്പോണം, അവര് വിട്ടതാണല്ലോ. ഒരു വീട്ടിൽ നിന്നൊരു ഭാര്യേനെയോ മക്കളെയോ ഒക്കെ അന്യായമായിട്ട് വലിച്ചിറക്കി വിട്ടാൽ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്, റൂൾസ് ഉണ്ട്, ലോ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു സിസ്റ്ററായി പോയാൽ അവർ കംപ്ലീറ്റ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആയി മാറുവാണ്. ഇന്ത്യയുടെ സംരക്ഷണം, ഇന്ത്യയുടെ നിയമങ്ങള്, അതൊന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മനുഷ്യാവകാശങ്ങള്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം നിഷേധിക്കപ്പെടുകയല്ലേ? അതെ അതെ, ആലോചിച്ചു. മതനിയമങ്ങളും മനുഷ്യാവകാശങ്ങളും തമ്മിൽ എന്തൊരു അന്തരാണ്, അതും ഒരു ജനാധിപത്യ രാജ്യത്ത്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണത്. ശരിക്കും പൊതുസമൂഹം വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് അല്ലേ അത്? തീർച്ചയായിട്ടും. നമ്മുടെ ആ സിസ്റ്റേഴ്സ്, പുറവിലുങ്ങാട്ടെ സിസ്റ്റേഴ്സ്, ഇതൊക്കെ എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും? എനിക്ക് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയും. എങ്ങനെ ഒരു മനുഷ്യന് അങ്ങനെ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്നേ? കോടതിയുടെ തീരുമാനം വന്ന് എന്നെ പുറത്താക്കിയെങ്കിൽ പിന്നെ ഞാൻ ബലം പ്രയോഗിച്ച് അവിടെ ജീവിക്കുന്നെങ്കിൽ അവർ ആക്ഷൻ എടുക്കുന്നതിനകത്ത് മാന്യതയുണ്ട്. അതാണ് ചെയ്യണ്ടേ അല്ലേ? ഇപ്പൊ കോടതി എന്നോട് ജീവിച്ചോളാൻ പറഞ്ഞ സമയത്ത് എന്നോടൊരു സാധാരണ സിസ്റ്ററിനോട് കാണിക്കുന്ന രീതിയിലാണ് പെരുമാറേണ്ടത്. ഇനി മറ്റേ സിസ്റ്റേഴ്സോ അവരോട് എത്ര ക്രൂരമായിട്ടാ എന്നോട് ക്രൂരത കുറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്. അവര് ആ പെൺകുട്ടികൾ, അത് പാവങ്ങള്, അതെല്ലാം ഞങ്ങളൊക്കെ ഒരുപോലെ വന്നതല്ലേ. എൻ്റെ വീടിൻ്റെ പ്ലേറ്റും ബോർഡും കോൺവെന്റിൽ നിന്നുള്ള ബോർഡ് വരെ അഴിച്ചുകൊണ്ട് പോയിട്ട് അവിടെ അങ്ങനെ ഒരു ആൾക്കാരില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, പൊതുസമൂഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അവരുടെ അവർക്ക് ഫുഡ്, അതായത് അവര് പിന്നെ തയ്ച്ചിട്ടാണ്. ഇപ്പം തയ്യലിൽ നിന്ന് അധികം പേരൊന്നും ഓർഡർ എടുക്കുകയല്ലേ. ഇവരാണ്ട് വലിയ പാപികളാണെന്നാണ് പൊതുസമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ചോദിച്ചാൽ അവരോട്, നമുക്ക് ടെക്സ്റ്റൈൽ കടയിലെങ്കിലും പോയി നിൽക്കത്തില്ല, അതിനുള്ള ധൈര്യം കാണിക്കണ്ടേ? അപ്പൊ അവര് പറയും ആരാ തരുന്നേന്ന്. കോട്ടയത്തിലെല്ലാം തന്നെ നമ്മുടെ ചായന്മാരുടെ കടകളൊക്കെ അല്ലേ, ആര് തരുമെന്ന് ഞങ്ങൾക്ക് കാണുമ്പോ അവജ്ഞയാണെന്ന്. അതെ സിസ്റ്റർ, റാണിറ്റ് വന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു അവസ്ഥ അറിയുന്നത്. എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ലേ. ഒത്തിരി സമൂഹത്തിൽ കുറച്ചു പേരിങ്ങനെ എന്തിനുള്ളതാണ്, അവരെന്തിനാണ് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളതും കൂടെ. എന്നിട്ട് അവരോട് പറയുന്ന ഈ തയ്യല് 2-3 സഞ്ചി തയ്ക്കാൻ കിട്ടും ഒരു ദിവസം. അത് തയ്ച്ചു കൊടുത്താൽ എന്തേലും കിട്ടുമെന്ന് അറിയാലോ, നമുക്കറിയാലോ. അതിന് നിങ്ങൾ ബിസിനസ് നടത്തി ഏണിങ് ഉണ്ടാക്കുകയാണ്, വലിയ ബിസിനസ് സ്ഥാപകരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ആവശ്യമില്ല. ഒന്നും കിട്ടാതായി കഴിഞ്ഞപ്പോഴാണ് പട്ടിണി എടുക്കാൻ മേലഞ്ഞിട്ടാണ് ചെയ്തത്. പുള്ളിക്ക് തയ്ക്കാൻ അറിയാം. എന്നുവെച്ചാൽ ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നില്ല സാധാരണ മനുഷ്യരൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യല്ല. ഇത് അസാധാരണ മനുഷ്യരുടെ ഒരു തരത്തിലുള്ള ഒരു സ്ലേവറിയുടെ അടിമത്തത്തിന്റെ ഒരു അന്ധകാരമാണ്. ചിന്തകൾ പോലും ശരിക്കും വരില്ല. എങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറേണ്ടതെന്ന് അറിയത്തില്ല. അതൊരു വലിയൊരു നാശമാണ്. ആ ഒരു
അടിമത്തം കൊടുക്കുന്ന ഒരു അന്ധകാരമില്ലേ, അത് തലച്ചോറിനകത്ത് കയറി പിടിച്ചാല് എന്തൊരവസ്ഥയാ. സിസ്റ്റർ റാണിറ്റിനുണ്ടായ പോലെയുള്ളൊരു ബുദ്ധിമുട്ട് സിസ്റ്റർക്ക് നേരെയും ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ, എഴുതിയിരുന്നു സിസ്റ്ററുടെ ആത്മകഥയില്. അതിന് സിസ്റ്റർ എങ്ങനെയാണ് അതിജീവിച്ചത്? പ്രത്യേകിച്ച് അതിനുള്ളിൽ നിന്ന് അതിജീവിക്കണല്ലോ. എനിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ ജസ്റ്റ് തോണ്ടാനും പിടിക്കാനും ഒക്കെ ശ്രമിക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളാണ് എനിക്ക് വന്നിരിക്കുന്നത്. അല്ലാണ്ട് സിസ്റ്ററിനെ പോലെ ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ, അത്ര ഭീകരമായ അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇത് നമുക്ക് എളുപ്പമുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെയാണ് നമ്മളെ അതിലേക്ക് വീഴിക്കുന്നത്. ഇപ്പം ചുമ്മാ അങ്ങ് പറഞ്ഞേക്കും ഓരോരോ നമ്മളെ അങ്ങ് ഇതായി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളെ പതുക്കെ പതുക്കെ പ്രലോഭിപ്പിക്കുന്ന, അത് ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ നമുക്ക്. അങ്ങനെ പർട്ടിക്കുലറായിട്ട് 3-4 പുരോഹിതന്മാരിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും അങ്ങനെ അതൊക്കെ നമ്മൾക്ക് അന്നേരം ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ അപകടത്തിലേക്ക് പോകാതെ നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? അവരോട് അപ്പം തന്നെ നോ പറയാനും അങ്ങനെ ഒരു വലിയൊരു അവസ്ഥ, ഭീകരാവസ്ഥ ഒന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ വേറെ സിസ്റ്റേഴ്സ് നേരിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാനിപ്പോൾ ഈ കുറച്ചു കാലം മുമ്പ് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴേ. ഞാൻ എൻ്റെ ഫൈനൽ പ്രൊഫഷൻ്റെ കോഴ്സ് നടക്കുന്നത് ആലുവയിൽ വെച്ച് നടക്കുന്നത് 91 എന്നോട് ഞങ്ങളെല്ലാവരും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വരും. അന്നൊരു ജൂനിയർ സിസ്റ്റർ പറഞ്ഞു ഓർക്കുന്നുണ്ട്, എൻ്റെ മെമ്മറി കിടക്കുന്നത് അങ്ങനെയാണ്, പുള്ളിക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായതും പുള്ളി അബോർട്ട് ചെയ്തതൊക്കെ. പക്ഷെ എനിക്ക് അന്ന് ഈ അബോർഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഈ പറയുന്ന പോലെ നമുക്ക് അന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നീട് ആ വാക്കിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. പുള്ളി വളരെ കൂളായി സാധാരണക്കാർ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോയതായിട്ടാണ് എൻ്റെ ഇങ്ങനെ സൗഹൃദമൊക്കെ വന്നപ്പോൾ വർത്തനമൊക്കെ പറഞ്ഞ് കൂട്ടുകൂടിയപ്പോഴേ. അതായത് ഈ പുരോഹിതന്മാർക്ക് സിസ്റ്റേഴ്സിനും കുറെ പേർക്കെങ്കിലും ഇതൊന്നും ഒരു ഭാരമല്ല, ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഇതിനെതിരെ നിൽക്കുന്നവരോടാണ് അവർക്ക് ദേഷ്യം വരികയും അഗെയിൻസ്റ്റ് നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ കോൺവെന്റുകളിൽ അഭയ കൊലപാതകത്തിന് ശേഷം ഒരു 10-30ഓളം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നൊന്നും അന്വേഷിച്ചെത്താൻ പറ്റിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ കോൺവെന്റിൽ സൂയിസൈഡാന്ന് പറഞ്ഞാൽ മാനസിക രോഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ തീർക്കുകയാണ്. സഭയ്ക്കുള്ളിലെ കാണുന്ന അനീതിക്കെതിരെ മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് കരുതി ഭൂരിഭാഗം പേരും മൗനം പാലിക്കുമ്പം സിസ്റ്റർക്ക് സംസാരിക്കണം എന്ന് തോന്നിയ ഒരു അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിച്ച ഒരു ഘടകം എന്തായിരുന്നു? സത്യത്തിൽ എനിക്ക് ഈ കേസ് തന്നെയാണ് എനിക്ക് പറയണം. അതുകൊണ്ട് മാത്രം എൻ്റെ ജീവചരിത്രം പോലും ഞാൻ അന്നേരം എഴുതിയത്. ഇത് അറിയണം. കാരണം ആ സിസ്റ്ററിനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുകയാണ്, സിസ്റ്റർ റാണിറ്റിനെ കുറ്റപ്പെടുത്തുകയാണ്. അതായത് ഈ ബുദ്ധിമുട്ടുകളിലൂടെ സഹനത്തിലൂടെയും കടന്നുപോയ ആൾക്ക് ഒരു ചെറിയ താങ്ങ് കൊടുക്കേണ്ടതിന് പകരം ഞങ്ങളുടെ തന്നെ ആൾക്കാര്, ബിഷപ്പുമാരടക്കം, പുരോഹിതന്മാരടക്കം, ഞങ്ങളുടെ സന്യാസ അധികാരികളടക്കം, സിസ്റ്റേഴ്സ് അടക്കം ആരും അതുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് സത്യം ഉണ്ടെന്ന് പറയാനില്ല. അവർ മൗനം ഭജിച്ചു. അതാണ് എന്നെ ഇത് പറഞ്ഞിട്ടേ ഞാൻ അടങ്ങും. അല്ലെങ്കിൽ എനിക്ക് തന്ന ഒരു ഭയങ്കര പ്രചോദനം, ഒരു ഫോഴ്സ്, എന്ത് ഫോഴ്സാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സ് ഉണ്ടായിരുന്നു എനിക്കിത്. ഇവരുടെ കൂടെ ചെന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ സത്യത്തിൽ നിന്നേ. എനിക്ക് ആ ശക്തി ഇപ്പോഴും എനിക്ക് അറിയാം, ഞാൻ അനുഭവിച്ച. സ്കൂളിൽ ഞാൻ പോകാൻ തീരുമാനിച്ച എങ്ങനെയോ അറിഞ്ഞു, എന്തോ പറഞ്ഞു വന്ന ആരോ മീഡിയക്കാരറിഞ്ഞ് ഉച്ച സമയത്ത് ബ്രേക്കിന്റെ സമയത്ത് ഞാൻ പോകുന്നുണ്ടെന്ന് അവർ അനൗൺസ് ചെയ്തു. അപ്പൊ ഞാൻ എൻ്റെ കോൺവെന്റിലുള്ളവര്, ഞാൻ സ്കൂളിൽ ഇരിക്കുമ്പം വീഡിയോയിലൂടെ മാധ്യമങ്ങളിലൂടെ കാണുക സിസ്റ്റർ ലൂസി ഇന്ന് വൈകുന്നേരം യാത്ര തിരിക്കുന്നുണ്ടെന്ന്, എൻ്റെ കോൺവെന്റിലുള്ളവർ തന്നെ. എന്നിട്ട് ഞാൻ വൈകുന്നേരം എറണാകുളത്ത് പോവുകയാണെന്ന് പറഞ്ഞ് പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ പോവുകയാണ്. അന്ന് ഞാൻ പോകുന്നതിന് മുമ്പേ യാത്രയിൽ കൽപ്പറ്റയിൽ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ ഞാൻ 1 hour ന്യൂസ് അവറിൽ ഇരുന്നിട്ടാണ് പോകുന്നത്. രാവിലെ വന്നു, സമരപ്പന്തൽ തുടങ്ങി ആ സിസ്റ്റേഴ്സിന്റെ അടുത്ത് ചെന്ന പിന്നെയാണ് എൻ്റെ ശ്വാസം നേരെയായത്. അത്രയ്ക്ക് ഫോഴ്സ് ആയിരുന്നു എനിക്ക്. കാരണം ഇവരില്ല എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യപ്പെട്ട ആളെ വീണ്ടും ചൂഷണം ചെയ്യുക, ആ അനീതി അതിപ്പോ ഇവിടെ ഉണ്ടായാലും ഞാൻ പ്രതികരിക്കും, അതിപ്പോ എവിടെ ഉണ്ടായാലും ഞാൻ പ്രതികരിക്കും. കാരണം അത്രയും വലിയ അനീതിയോട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആരെങ്കിലും സംസാരിക്കണ്ടേ? ഞാനല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത്, എനിക്കറിയാം. അതെ, സന്യാസ സഭയുടെ സ്ത്രീകളുടെ സമൂഹത്തിന്റെ അധികാരികൾ അവരുടെ ചുറ്റും വന്ന് നിൽക്കണമായിരുന്നു ആ സമരപ്പന്തലില്. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്യാതെ ഇപ്പോഴും ഫ്രാങ്കോയുടെ ചുറ്റും നിൽക്കുക. ദയനീയം എന്നല്ലാതെ എന്തു പറയാനാ?
സിസ്റ്റർ റാണിറ്റിൽ നിന്ന് നമ്മൾ പറയാൻ തുടങ്ങിയത് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ്. സിസ്റ്റർ ആ വന്നിരുന്നതും പറയുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയും സഹിച്ച് സഹനത്തിന്റെ അങ്ങേ അറ്റത്തെത്തി പറയുകയാണ്. ശരിക്കും അത്ഭുതം തോന്നുകയാണ് എനിക്ക് ഉണ്ടായത്. ആദ്യം ഇങ്ങനെ ഒരു സത്യം ഞാൻ അറിയുന്നില്ല. ഞാൻ എൻ്റെ എൻറോൾമെന്റിന്റെ ഡേ തന്നെയായിരുന്നു. അപ്പൊ എൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള എൻറോൾമെന്റിന്റെ തിരക്കിലും ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പൊ ഒന്ന് എനിക്ക് ഓൾ ഓഫ് സഡൻ എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അഭിമാനമാണ്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കാരണം അവരിങ്ങനെ അറിയപ്പെടാതെ ഒരു മൂലയില് ഒരു കരിയില പോലെ കിടക്കുമായിരുന്നു, ഒരിടത്തോട്ടും പോകാൻ മേലാതെ. ആ കരിയിലയുടെ മേലെ മണ്ണും കൂടി കോരിയിട്ട ഒരവസ്ഥയിലായിരുന്നു അവര്. ആ അവസ്ഥയിൽ നിന്ന് അവർക്കത് പറയാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് പീഡിപ്പിക്കപ്പെട്ടാല്, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നവർ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഏറ്റവും വലിയ പീഡനമാണ് അവർ മറിഞ്ഞിരിക്കുന്നത്. ഓർത്ത് നോക്കിയ ഒരാള് എക്സിസ്റ്റൻസ് ഇല്ല. സിസ്റ്റർ റാണിറ്റിന്റെ എക്സിസ്റ്റൻസ് 2018 മുതൽ ഇല്ല, മരിച്ചു. പക്ഷെ അങ്ങനെയല്ല സത്യത്തിൽ വേണ്ടത്. എൻ്റെ ഒരു കാഴ്ചപ്പാടില് അവരാണ് അപ്പം കുറ്റാരോപിതനാണ്. കുറച്ചെങ്കിലും ഷെയിമോ അല്ലെങ്കിൽ നാണക്കേടോ ആക്ഷേപമോ ഒക്കെ ഉണ്ടാകേണ്ടത് അല്ലേ? ഒരു ഒരാളെ വന്ന് തല്ലി, ആ തല്ലിയെങ്കില് തല്ല് കൊണ്ട ആളല്ലല്ലോ നാണക്കേടാ ഉണ്ടാക്കേണ്ടത്. തല്ലിയ ആൾക്കെതിരെ അല്ലേ വിമർശനങ്ങൾ നടത്തേണ്ടതും പിന്നെ ശിക്ഷിക്കേണ്ടതും നിയമ നടപടി കൈക്കൊള്ളേണ്ടതും എല്ലാം അവർക്ക്. നമ്മൾ അടികൊണ്ട് നമുക്ക് ചികിത്സ വേണമെങ്കിൽ ചികിത്സ നേടി നമ്മൾ ഫ്രീ ആയി അല്ലേ? നമ്മൾ തിരിച്ചും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് എന്തെടുക്കുക, അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഇതവിടെയല്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം ലൈംഗിക ചൂഷണം വന്നാല് അത് സ്ത്രീ അവിടെ ഒന്നുമില്ലാതെ ആക്കുകയാണ് സമൂഹം. അതേസമയം ചൂഷണം ചെയ്തയാൾ ഈ പറയുന്ന പോലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഫ്ലൈറ്റിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ഒരു വണ്ടിക്കൂലിക്കോ അല്ല ഒരു നേരം വെള്ളം കുടിക്കാൻ ഇല്ലാതെ ഈ കുട്ടികൾ കഷ്ടപ്പെടുന്നു, ഇരകളാക്കപ്പെട്ടവർ. കാരണം ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല, ഒരു ജോലി കൊടുക്കുകയല്ല. എന്തെല്ലാം പേരുകളാണ് അവർക്ക് മേൽ ആക്ഷേപിക്കപ്പെട്ടെ. എത്രമാത്രം അതിനകത്ത് 2-3 കുട്ടികൾ MSW യൂണിവേഴ്സിറ്റിയുടെ ചെയ്തെടുത്തു ഈ സമയത്ത്, ഈ ദുരിത സമയത്ത്. അവർക്ക് സത്യത്തിൽ ഒരു ഇന്റേൺഷിപ്പിന് പോകാൻ ഒരു സോഷ്യൽ വർക്ക് സെന്റർ കിട്ടാൻ പാടായിരുന്നു. ആരെ തെറ്റ് ചെയ്തേ? ഇവിടെ ധ്യാന കേന്ദ്രം നടത്തിക്കൊണ്ട് പോകുന്നത് ഇയാളാ, ഫ്രാങ്കോയ. കോട്ടയത്ത് ധ്യാനകേന്ദ്രത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അവിടുത്തെ ഏറ്റവും വലിയ ആളായിട്ട് ഇപ്പം രാത്രിയും പകലും ഒക്കെ 1 ഡേ ധ്യാനം 3 ദിവസം ധ്യാനം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ധ്യാനം നടത്തുക എന്ന് പറഞ്ഞാൽ സഭയിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന ഒരു പരിപാടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. സോ അത്രയും അഭിമാനവുമാണ് അവർക്ക് കിട്ടുന്നത്. ആരാണ് ഇതിന് കാരണക്കാര്? സ്ത്രീകൾ തന്നെയാണോ കാരണക്കാര്? എനിക്കറിഞ്ഞുകൂടാ. സ്ത്രീകൾ തന്നെ കുറെ കാരണക്കാരുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഞങ്ങളുടെ സന്യാസ സമൂഹം തന്നെ അതിനൊരു ഉദാഹരണമാണല്ലോ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സന്യാസ സഭ സമൂഹം. ഈ സിസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവര് എങ്ങനെ തൂത്തെറിഞ്ഞില്ലേ? തൂത്തെറിയ മാത്രമാണ്. എത്ര ദ്രോഹിക്കാമോ അത്രയും ദ്രോഹിച്ചില്ലേ? ഇപ്പം പിണറായി വിജയന്റെ സർക്കാരാണ് കൊണ്ട് റേഷൻ കാർഡ് കൊടുത്ത് കഞ്ഞി കൊടുക്കാനുള്ള. ഇതൊക്കെ കാണുമ്പോഴെങ്കിലും ഒരു ഷെയിം തോന്നണ്ടേ? പബ്ലിക്കായിട്ട് വന്ന് സോറി പറഞ്ഞിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ഇനി ഞങ്ങൾ വീണ്ടെടുത്തോളാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണ്ടേ? അതെന്നുണ്ടാവും? ഇല്ല. അപ്പം സ്ത്രീകള് ചൂഷണം ചെയ്യപ്പെട്ടാൽ അവര് വീണ്ടും ഒന്നുമില്ലാതെ ആവുകയും മരിച്ചതിന് തുല്യമായി പോവുകയും ചെയ്യുകയാണ്. അതേസമയം കുറ്റാരോപിതനെന്ന് വിളിക്കപ്പെടുന്നവരല്ല, കുറ്റം ചെയ്തവര് വിജയോന്മാദത്തിലാണ് അവര്. എല്ലാ സുഖ സൗകര്യങ്ങളും ആ സമയത്ത് തന്നെ. ഇവിടെ ഈ സിസ്റ്റർ കണ്ണീർ കരയാൻ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. കണ്ണീര് കുടിച്ച് ജീവിക്കുമ്പോൾ ഫ്രാങ്കോ എന്താ ചെയ്തേ? ലക്ഷറി ഹോട്ടലുകളിൽ താമസിച്ചിട്ടാണ് കോടതിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് പോലും കോടതിയിലും പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ അയാൾ ലക്ഷറിയുടെ ഹോട്ടലുകളിലാണ് താമസിക്കുന്നത്. ഇവിടെ കണ്ണീര് കുടിച്ച് വയറ് നിറയ്ക്കുന്നു. ഇതാണ് അന്തരം. ധൈര്യമുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവര് അന്തസ്സോടെ വന്ന് പറയണം, നമ്മളെ എങ്ങനെയാണ് ഈ ഒരു തെറ്റിലേക്ക് നയിച്ചത്, അതിന് പ്രേരകമായ ഇവര് കണ്ടെത്തിയ ഇപ്പൊ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ സൂയിസൈഡ് പിന്നെ പ്രേരണ ഒരു കുറ്റമാണല്ലോ. അതുപോലെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് മീൻസ് ചിലപ്പം ബലാത്സംഗമായിട്ടായിരിക്കുമല്ലോ, ചിലപ്പം സ്നേഹമായി കൊണ്ടുപോയിട്ട് പിന്നെ ബലാത്സംഗം ചെയ്യുമായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറയണം, നമ്മള് പുറത്തുനിന്ന് പറയണം, നമ്മളെല്ലാം മാറിയിരിക്കണ്ടേ. അപ്പൊ അത് സിസ്റ്റർ ഏതായാലും ഈ ഒരു നിമിഷത്തിലൂടെ ഒരു പ്രചോദനമായിട്ട്
വന്നിട്ടുണ്ട് പല സ്ത്രീകൾക്കും. പക്ഷെ സമൂഹം എന്തേലും അവരെ വെക്കും എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പെട്ടെന്ന് ടൈം പറഞ്ഞ് തീർന്നു പോയെന്നിരിക്കാം. ഉത്കണ്ഠയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. സിസ്റ്റർ ആണിറ്റ് വന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, 13 തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടും സിസ്റ്റർക്ക് 13ാമത്തെ തവണയാണോ പറയാൻ തോന്നിയത്? എന്തുകൊണ്ട് ആദ്യത്തെ തവണ പറയാൻ തോന്നിയില്ല എന്നുള്ളത്. ആദ്യത്തെ തവണ തന്നെ അത് പറഞ്ഞിരുന്നെങ്കിലുള്ള ഒരു സാഹചര്യം എന്താവുമായിരുന്നു? ചിലപ്പം സിസ്റ്റർ ജീവനോടെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് സംശയമായിരുന്നു. ഈ ചോദ്യം ഇപ്പോഴല്ല കേട്ടോ, അന്ന് മുതലേ. കാരണം വാർത്തകളിൽ വരുന്നുണ്ടായിരുന്നല്ലോ 13 തവണ പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള. അന്ന് മുതലേ ഫസ്റ്റ് ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ കോൺവെന്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ പോകുമ്പം അവിടെ ഇരുന്ന് അന്ന് 76 വയസ്സുള്ള ഒരു അമ്മ സിസ്റ്റർ, ആ സിസ്റ്റർ ചോദിക്കുവാണ്, ഈ 13 പ്രാവശ്യം ഇതിന് പോയ സിസ്റ്റർ അല്ലേ കുറ്റക്കാരിയെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം തോന്നിയതിൻ്റെ ഒക്കെ ഒരു കാരണം അതാ. ആ സിസ്റ്ററിന്റെ പേര് ഇപ്പൊ ഞാൻ പറയുന്നില്ല, അമ്മ എന്നാ എല്ലാവരും വിളിക്കുന്നത്. ആ സിസ്റ്റർ പറഞ്ഞത്, ആ സിസ്റ്ററിന്റെ മകളാകാൻ പ്രായമുള്ളൂ ഈ കൊച്ചിന്. അപ്പൊ ഒരു അമ്മ മകളുടെ സ്നേഹത്തിലാണ് അതിനെ കരുതേണ്ടത്. അതിന് പകരം എടുത്തു വെച്ച് ചോദ്യം ഇതാണ് 13 പ്രാവശ്യം. അവർക്കൊക്കെ അത്രയും പറ്റുന്നുണ്ടായിരിക്കുള്ളൂ ഒരു പക്ഷെ ചിന്തിക്കാന്. ഇത് ഫസ്റ്റില് ഒരു കോൺവെന്റിലുള്ള ഒരു കുട്ടി താമസിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ വളരെയധികമുണ്ട്. ഒന്നാമത്തെ, ഇവരത് പറഞ്ഞാൽ പുള്ളിക്കാരത്തെ തന്നെ സ്വയം മോശമാക്കി ചിത്രീകരിക്കും മറ്റുള്ളവര്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞാൽ ഉടനെ ഇത്തരത്തിലുള്ള കുറവുകളാണ് നമ്മളെ മോശക്കാരാക്കും. ഈ സിസ്റ്റേഴ്സ് തന്നെ, അധികാരികൾ നമ്മളെ മോശക്കാരാക്കും. അപ്പൊ അതൊന്ന്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്ററിന് ഇപ്പൊ നേരത്തെ സന്നിധ പറഞ്ഞതുപോലെ ചിലപ്പം കിണറ്റിന്റെ അടിയിൽ നിന്ന് ചിലപ്പോൾ എടുക്കേണ്ട വന്നേനെ. കാരണം ഇത് പറഞ്ഞു, അല്ലെങ്കിൽ ആരുടെയാന്ന് പേര് സഹിതം പറഞ്ഞെങ്കിൽ അവർ തമ്മിൽ ഗൂഢാലോചന നടത്തി തീർക്കാനുള്ളതേ ഉള്ളൂ. ജീവിക്കണം എന്ന് ഈ ലോകത്തിന് ഒരു നിശ്ചയമുള്ളത് കൊണ്ടാണ്, എങ്ങാണ്ട് ഈ പ്രകൃതിക്ക് ഒരു നിശ്ചയമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അവരൊക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം. അങ്ങനെ വെളിപ്പെടുത്തിയാൽ പല 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 ബുദ്ധിമുട്ടുകളാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും വയ്യാത്ത അത്രയും ദുരിതങ്ങൾ അവർ അനുഭവിക്കണം. അത് ഭയന്നിട്ടാണ്. അത് എനിക്കറിയാം. അത് കാരണം അവർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ വന്ന എന്നെ നിയമപരമായിട്ട് അവർ പുറത്താക്കാൻ നോക്കുമ്പോൾ, എന്ന് വെച്ചാൽ കാനൻ സന്യാസ സഭയുടെ നിയമം അനുസരിച്ച് പുറത്താക്കാൻ നോക്കുമ്പോൾ അതിനിരയായ കുട്ടി അതൊന്ന് പറഞ്ഞായിരുന്നതിനത്തെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിക്കേ എന്തായിരിക്കുമെന്ന്. ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഏതെങ്കിലും കയറയിൽ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും കിണറ്റിക്കണ്ടേനെ, അല്ലെ ഏതെങ്കിലും കുളത്തിൽ. അതാണല്ലോ നമ്മുടെ കേരളത്തിന്റെ ഒരു മച്യൂരിറ്റി എന്ന് പറയുന്നത്. സന്യാസ സഭയിലെ കണ്ടെത്തിയ ഒരു വെളിപാടാണല്ലോ അത്. അതുകൊണ്ട് എന്തോ നിശ്ചയം പോലെയാണ് ആ കുട്ടി ഇത്രയും കാലം അത് പറയാതിരുന്നത്. ഒന്നാമത് ഇത് ഒരു ഫിഡ്യൂഷ്യറി ബന്ധമാണ് ഇയാളുമായിട്ട്, ഒരു അപ്പൻ മകൾ ബന്ധം, സ്പിരിച്വൽ ഫാദർ ആൻഡ് ഡോട്ടർ. കാരണം ഈ സന്യാസഭയിൽ ആകെ ഈ സിസ്റ്ററിന് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് 19 കുട്ടികളെങ്ങാണ്ട് ആകെയുള്ളൂ. ഒരു പുതിയതായിട്ട് ഫോം ചെയ്തതാണ്. അത്രയും പേര് ഉള്ളൂ. അതിൻ്റെയാണ് മെയിൻ ആളായിട്ടൊക്കെ ഇരുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇയാളുടെ നിയന്ത്രണത്തിലാണ്. ഈ കോൺവെന്റ് ഇയാളുടെയാണ്, ഈ താമസിക്കുന്ന സ്ഥലം ഇയാളുടെയാണ്, ഇയാളുടെ ഭരണാധികാരത്തിലുള്ളതാണ്. അവർ താമസിക്കുന്ന മണ്ണ്, അവർ നടക്കുന്ന മണ്ണ് ഇയാളുടെ അധീനതയിലുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇവർ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഇയാളോടാണ്. മനസ്സിലായോ? ഇങ്ങോട്ട് തിരിഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. എല്ലാ വിധ പെർമിഷൻ ചെയ്യുന്ന അങ്ങനെ ഒരു ഇതിനകത്തുനിന്ന് പെട്ട് കിടക്കുവാണ്. 4 വശവും ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗമില്ല. അവസാനമാണ് ഒരു ട്രാൻസ്ഫർ ചോദിക്കുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് അയാളെ കൊടുക്കണ്ടേ ട്രാൻസ്ഫർ? അയാൾ കൊടുക്കുവോ? അപ്പൊ ഇനി ഏതായാലും അത് പുറത്തു വരുമെന്ന് തോന്നിയ സമയത്താണ് ഇവരെ വീണ്ടും മറ്റു പല പ്രതിസന്ധികളിലാക്കി. കാരണം ഒരു സിസ്റ്റർ ഒരിക്കലും, സാധാരണ പുറത്തുള്ള ഒരു സ്ത്രീക്ക് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് തുറന്ന ഒരു സമൂഹത്തുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ അടഞ്ഞു കിടക്കുവാണ്. സ്വന്തം മാതാപിതാക്കന്മാരോട് പോലും ദുരിതങ്ങൾ പറയുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം അവർ വിഷമിക്കും, അതുകൊണ്ട് പറയല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരിതത്തിനകത്തുനിന്ന് ഇത് പറയാന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ അത് പറഞ്ഞ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാ തീർന്ന, അവരില്ലാതായിട്ടാണ് അവർ പറയുന്നത്. അവരുടെ അസ്തിത്വമേ ഇല്ലാതാക്കിയിട്ടാണ് അവരത് പറയുന്നത്. അത്രയും
പറഞ്ഞതിന് ശേഷം ഉണ്ടായി ഇന്നലെ വരെ, കഴിഞ്ഞ ദിവസം വരെ, ഇന്ന് വരെ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഹീരം. അവരോടൊന്ന് നേരിട്ട് പോയി സംസാരിക്കുക, ഒരു മാസങ്ങൾ സംസാരിച്ച് അവരുടെ ആ ഷെയറിങ് കഴിയത്തില്ല. അത്രമാത്രം വേദനയാണ്. അങ്ങനെ നിസ്സഹായരായിട്ടാണ് 2-3 മക്കളെ പേരൻസ് കൊണ്ടുപോയത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന 6 പേരില്. അതെ, സിസ്റ്റർ പറഞ്ഞല്ലോ. മറ്റവര് കൊണ്ടുപോകാത്തതല്ല, അവര് പോകുന്നില്ല എന്ന് ദൃഢമായി നിശ്ചയിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞാലത്തെ ബുദ്ധിമുട്ട്. ഈസിയാണ് പറഞ്ഞുകൂടെ എങ്ങോട്ട് ഓടും അവരെങ്ങോട്ട് ഓടും. ഏത് പീഡന കേസ് വരുമ്പോഴും സമൂഹത്തിന്റെ ഒരു ചോദ്യമാണ് അത്. നേരെ തിരിച്ചിട്ട് അയാളെ വിളിച്ചിട്ട് 13 പ്രാവശ്യം ചെയ്തതിന് അയാളെ പിടിച്ചിട്ട് പൊരിക്കണം സമൂഹം. അല്ലാണ്ട് ഇവിടത്തെ എണ്ണ എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യണ്ട, അവിടത്തെ എണ്ണ എണ്ണണം. അന്നേരം മര്യാദ പഠിക്കുള്ളൂ. അതിന് പകരം അയാളുടെ പേരിൽ ഒരു കമന്റും കാണാറില്ല. 13 പ്രാവശ്യം താൻ ചെയ്തോടോ, കോടതി പറഞ്ഞു ഞങ്ങൾ ഉഭയസമ്മതമാണ്. ഉഭയസമ്മതം ആകിയല്ലെന്ന് കണ്ടാ അറിയാം, അയാളുടെ മുഖം കണ്ടാ അറിയാം. തുണി തേക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയിട്ട് തുണി എടുത്തോണ്ട് വരാൻ പറയും. ഇതൊക്കെ മഠങ്ങളിലും ഒക്കെ ഉള്ളൊരു പതിവാ. എന്നിട്ടാണ് പുള്ളിക്കാരൻ റൂമിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഒരു പ്രാവശ്യം കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ബന്ധം ഒന്നും പേടിയാണ് ഇവർക്ക്. പിന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും അനുവാദം മൂളുന്നയാൾ ഇയാളാ. വിളിക്കുന്നത് ബലാത്സംഗം ചെയ്യാൻ പോവാന്ന് പറഞ്ഞല്ലല്ലോ വിളിക്കുന്നേ, മനസ്സിലായോ? ഒരു പേപ്പറിങ്ങോ കൊണ്ടുപോവാ, മീൻസ് ഒരു ഡോക്യുമെന്റ് എന്താ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ. പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമായിരുന്നു. അപ്പൊ ഒരു ഡോക്യുമെന്റിങ്ങോ കൊണ്ടുപോവില്ലേ. ചീഫ് മിനിസ്റ്റർ വന്നിട്ട് താഴെയുള്ള അയാളുടെ PA-യോടോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ അത്ര ഈസി അല്ല ഇവിടെ പറയാൻ. കാരണം നേരം വിളക്കുമ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ജീവിക്കാൻ കൊതി കാണുമോ കൊച്ചിനല്ല, പണ്ടേ ഇല്ലാതെയായി പോയിനെ. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഭീകര അവസ്ഥകൾ. ഇതൊക്കെ എത്ര പറഞ്ഞാലും സിസ്റ്റേഴ്സിന് അറിയാം ഇതെല്ലാം ഇങ്ങനെയാന്ന്, പക്ഷെ ആരും സമ്മതിക്കുകയല്ല. ഇനിയിപ്പൊ ഞാൻ കുറ്റക്കാരി ഇതൊക്കെ പറയുന്നുണ്ട്. സഭയ്ക്കെതിരെ പ്രതിഷേധിച്ച സിസ്റ്റേഴ്സിന് സഭേന്റെ ഉള്ളിൽ നിന്നും അതേപോലെ തന്നെ വിശ്വാസികളിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാരിൽ നിന്നും ഒക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഈ സിസ്റ്റേഴ്സിനോ? ഈ സിസ്റ്റേഴ്സിന് ഒരു ബിഷപ്പുമാരിൽ നിന്നും പിന്തുണ ലഭിച്ചിട്ടില്ല. ഒരു കാർഡിനൽ ആലഞ്ചേരി അങ്ങനെയുള്ള അതിലും മുകളിലുള്ളവരിൽ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ പരസ്യമായിട്ട് കിട്ടിയിട്ടില്ല, രഹസ്യമായിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഏതെങ്കിലും പുരോഹിതന്മാർ ചെന്ന് അവരുടെ കോൺവെന്റിൽ ചെന്ന് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുകയോ. ഒരു അഗസ്റ്റിൻ വട്ടോളിയുണ്ട് സമരരംഗത്തൊക്കെ മുന്നിട്ട് നിൽക്കുന്ന, അദ്ദേഹം പോകാറുണ്ട്. പിന്നെ ഒരു ഡൊമിനിക് പാട്ടിയാല എന്ന് പറഞ്ഞ ഒരു ഫാദർ ഉണ്ട്. അവര് രണ്ടുപേരും അങ്ങനെ പോകലുണ്ട്. അവര് രണ്ടുപേരും അപ്പൊ സഭയിലെ ഒരു കരടാണ്, മനസ്സിലായോ? അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട്. അല്ലാതെ എൻ്റെ അറിവിലില്ല. ഞാൻ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾ പോയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ബിഷപ്പ് അവരെ നേരിട്ട് ചെന്ന് കോൺവെന്റിൽ ചെന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ഫ്രാങ്കോ ചെയ്ത് തെറ്റാണെന്ന് പറയുകയും ചെയ്ത് അവരെ ആശ്വസിപ്പിച്ചെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷം. എൻ്റെ അറിവിലില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഏതോ 2-3 സിസ്റ്റേഴ്സ് എന്തോ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അവിടെ വരികയും മോട്ടിവേറ്റ് ചെയ്യുകയും സാന്ത്വനിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും തുടരുന്നുണ്ട്.